ഹായ് ഗൈസ്, യാൺ ഓവർ കോഫിയുടെ അടുത്തൊരു ലെസണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നും ഡിക്രീസ് ചെയ്യാമെന്നുമാണ്. അതായത് നമ്മൾ ഇതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പാനലായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതൊരു പാനലായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു സെയിം വിഡ്ത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ഹൈറ്റ് വരെ സെയിം വിഡ്ത്തിലാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പാനലിൻ്റെ വിഡ്ത്ത് കൂടി. ഓക്കെ, പാനലിൻ്റെ വിഡ്ത്ത് കൂടാൻ കാരണം നമ്മൾ അത്രയധികം ചെയിൻ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു വി ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു വി ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് സെയിം ചെയിനിൽ തന്നെയാണ് നമ്മൾ ഡിക്രീസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ ഞാൻ ശരിക്കും വർക്ക് ചെയ്ത് വന്നത് ഇവിടെ നിന്ന് താഴോട്ടാണ്. അതായത് ഈ ചെയിനിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ 3 റോയും സെയിം വിഡ്ത്താണ്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് റോ മുതലാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് 1 1 1 1 ഇൻക്രീസ് ആണ്. ഒരൊറ്റ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. ഇതെനിക്കൊരു വി ഷേപ്പ് നെക്കിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഓക്കെ, ഈ സെയിം വേ തന്നെ എനിക്ക് ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ചെയ്തു വരുന്നതെങ്കിൽ, മേളിൽ നിന്ന് താഴോട്ടാണ് ചെയ്തു വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. ഇത് രണ്ടും എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ഈ പാനൽ ടൈപ്പുകളിലാണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് മെയിൻലി നെക്ക് അല്ലെങ്കിൽ നമ്മുടെ പാറ്റേൺ അനുസരിച്ചിരിക്കും. അതല്ല നമ്മുടെ കോസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ റൗണ്ടിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൗണ്ട് ഇൻക്രീസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഇൻക്രീസ് യൂസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം നമ്പർ ഓഫ് ചെയിൻ വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു മണി പോലെ ഇങ്ങനെ വരും. അല്ലാതെ ഒരു ജസ്റ്റ് ഒരു കുഴി പോലെ ഇങ്ങനെ വരും. അല്ലാതെ നമുക്ക് ആ ഒരു ഉദ്ദേശിച്ച കോസ്റ്റർ പോലെ കിട്ടത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇത് രണ്ടുമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിൽ ഇൻക്രീസ് എങ്ങനെ ചെയ്യാമെന്ന് ആദ്യം നോക്കാം. ഇൻക്രീസ് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എടുക്കുന്നത് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ജസ്റ്റ് സെയിം മെത്തേഡാണ്. പക്ഷെ ഞാൻ ഒരു 4 ചെയിൻ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാന്നുള്ളത്. ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിത് വെറുതെ സിമ്പിൾ ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. വെറുതെ ഒരു ഇൻക്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സ്റ്റിച്ചിൽ തന്നെ ഒരേ ചെയിനിൽ തന്നെ 2 വട്ടം സെയിം സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സെയിം സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷി ചെയ്തു, ഫസ്റ്റ് 1, സെക്കൻഡ് 1ഉം അതിൽ തന്നെ ചെയ്തു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇൻക്രീസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ 4 ജസ്റ്റ് 1 2 3 4 നമ്മൾ ഫൗണ്ടേഷൻ ചെയിൻ ചെയ്ത് കൊടുത്ത് നമ്മൾ ഓരോ ചെയിനിലും നമ്മൾ 2 എണ്ണം വെച്ച് വരുമ്പോൾ നെക്സ്റ്റ് റോയിൽ 8 എണ്ണം വെച്ച് വരും. ഓക്കെ, 8 എണ്ണം വരും. അങ്ങനെയാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. ഈ ഇൻക്രീസ് മെത്തേഡ് ഞാൻ പറഞ്ഞ പോലെ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പല പാറ്റേൺ അനുസരിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ ജസ്റ്റ് അത്രയേ ഉള്ളൂ. ജസ്റ്റ് നമുക്കിപ്പോൾ 2 ഞാൻ പറഞ്ഞുവെങ്കിലും ചില പാറ്റേണിൽ സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ 3 4 വട്ടം സെയിം ചെയിനിൽ കൂടെ ചെയ്യേണ്ടി വരും. എന്നാലാണ് ആ പാറ്റേൺ കറക്റ്റ് ആകത്തുള്ളൂ. ഓക്കെ, 2ആണ് ബേസിക്. അതിൻ്റെ സിമ്പിൾസും എങ്ങനെയാണ് കാണുന്നതെന്ന് ഞാൻ കൊടുക്കാം. ഇനിയിപ്പോൾ ഡിക്രീസ് ആണെന്ന് വിചാരിക്കും. ഡിക്രീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ചെയിനെയും ഇപ്പോൾ ഇത് 2 എണ്ണമാണ്, ഇതിനെ നമ്മൾ 1 ആക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡബിൾ ക്രോഷ്യ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയിനിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇത് കംപ്ലീറ്റ് ചെയ്യാതെ സെക്കൻഡ് ചെയിനിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് ചെയിനിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾ ക്രോഷ്യയിൽ 2 ലൂപ്പ് ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ അതിന് പകരം 3 ലൂപ്പ് വന്നു, കാരണം നമ്മൾ 2 എണ്ണത്തിൽ നിന്ന് പുൾ ചെയ്തു. എന്നിട്ട് ഇതേ ഒരൊറ്റ ചെയിൻ ആക്കുക. ഓക്കെ, അപ്പോൾ 2 ചെയിൻ ഇവിടെ ഒരൊറ്റ ചെയിനായിട്ട് മാറി. അപ്പം 4 ചെയിനിൻ്റെ സ്ഥാനത്ത് നമ്മളത് എല്ലാ ചെയിനിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് 2 ചെയിനായിട്ട് മാറും. ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്, അവിടെയാണെന്നുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാം.